ഗൗതം ബുദ്ധൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമായി ഇങ്ങനെ സഞ്ചരിക്കുമായിരുന്നു. അതായത് ഇങ്ങനെ ഒരു വില്ലേജിൽ നിന്ന് അടുത്ത വില്ലേജിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അങ്ങനെ പൊതുവേ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെ 3 ദിവസം കൂടുമ്പം വെച്ച് ഇങ്ങനെ മാറണം എന്നൊരിതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. കാരണം ഒരു സ്ഥലങ്ങളോടൊന്നും അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാൻ പാടില്ല. സോ ഹി കീപ്സ് ഓൺ മൂവിങ് ഫ്രം വൺ വില്ലേജ് ടു അനദർ പ്ലേസ് ഡ്യൂറിങ് ഹിസ് എൻ്റയർ ലൈഫ് ടൈം. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ മുഴുവനും ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ അങ്ങനെ ഒരു വില്ലേജിൽ നിന്ന് അടുത്ത വില്ലേജിലേക്ക് പോകുന്നത് വഴി അദ്ദേഹത്തെ കുറേ പുതിയ സ്ഥലത്തേക്ക് അദ്ദേഹം വന്നപ്പോൾ ആ വരുന്ന വഴിക്ക് അദ്ദേഹത്തെ ആ ഒരു വഴി കൂടെ പോയ കുറേ ആൾക്കാർ അദ്ദേഹത്തെ സമീപിക്കുകയുണ്ടായി. അതായത് ഈ ഇങ്ങനെയുള്ള സന്യാസിമാർക്കെതിരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ അങ്ങനെ തെറ്റാണെന്ന് കാണുന്ന ഒരു സമൂഹമായിരിക്കും ഒരു പക്ഷേ. അങ്ങനെ കുറച്ച് പേര് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തോട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി. അതായത് താങ്കൾ എന്താണിത്, വളരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ മനഃപൂർവ്വം മാനസികമായി ഹേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലുള്ള വളരെ മോശമായ വാക്കുകൾ കുറച്ച് ആൾക്കൂട്ടം അദ്ദേഹത്തെ പിടിച്ചു നിർത്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോടും അദ്ദേഹത്തോടും ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ പോയിൻ്റ് ചെയ്തായിരുന്നു മെയിനായിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത രീതിയിലായിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ഇതെല്ലാം ആക്ച്വലി ബുദ്ധൻ ആ സമയത്ത് ഇതിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അതായത് അവരെന്തൊക്കെ പറയുന്നു അതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ബട്ട് സ്റ്റിൽ അദ്ദേഹം അഫക്റ്റഡ് ആവുന്നില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തെ മാനസികമായി തളർത്തുക, അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്ത് തളർത്തുക എന്നൊരു ലക്ഷ്യത്തോടെയായിരുന്നു ആ ഒരു ജനക്കൂട്ടം അദ്ദേഹത്തെ ഓരോ കാര്യങ്ങളും വളരെ ഇൻസൾട്ടിങ്ങും വൾഗറുമായിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞത്. പക്ഷേ ബുദ്ധൻ്റെ ആ ഒരു സമയങ്ങളിലല്ല ഇതെല്ലാം ജസ്റ്റ് ലിസൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും പ്രതികരിക്കാതെ അദ്ദേഹം ജസ്റ്റ് ഒരു സൈലൻറ്റ് ലിസണിങ് പോലെ അദ്ദേഹത്തെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. അവർ പറയുന്നത് പറഞ്ഞോട്ടെ എന്ന രീതിയിലായിരുന്നു. പക്ഷേ സ്റ്റിൽ ഹി വാസ് നോട്ട് അഫക്റ്റഡ് ബൈ എനിത്തിങ്. സോ അപ്പോൾ ആ ജനക്കൂട്ടത്തിലുള്ള ഒരാൾ ചോദിക്കുന്നു, ഞങ്ങളെല്ലാവരും താങ്കളെ പല വാക്കുകൾ കൊണ്ട് ഇൻസൾട്ട് ചെയ്യുന്നു, എന്നിട്ടും താങ്കൾക്ക് ഒരു മുറിവും സംഭവിക്കുന്നതായി ഫീൽ ചെയ്യുന്നില്ല, താങ്കളൊന്നും അഫക്റ്റഡ് ആവുന്നില്ല, എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചപ്പോൾ ബുദ്ധൻ പറയുന്നതാണ്, അതായത് നിങ്ങൾ ഇൻസൾട്ട് ചെയ്താൽ റിയാക്ട് ചെയ്യുന്ന ഒരു ഗൗതമൻ പണ്ട് ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ബോധോദയത്തിന് മുമ്പ്, അദ്ദേഹത്തിന് എൻലൈറ്റൻമെൻറ്റ് കിട്ടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ അദ്ദേഹം റിയാക്ട് ചെയ്തേനെ. പക്ഷേ അദ്ദേഹത്തിന് എൻലൈറ്റൻമെൻറ്റ് കിട്ടിയതിന് ശേഷം ഉള്ളൊരു ഗൗതം ബുദ്ധൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തനാണ്. അന്ന് ഗൗതം സിദ്ധാർത്ഥനായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ഗൗതം ബുദ്ധനായി. ബുദ്ധൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോധോദയം ഉണ്ടായ ഒരു വ്യക്തി, അവേക്കൻഡ് പേഴ്സൺ, എൻലൈറ്റൻഡ് പേഴ്സൺ എന്നാണ് നമ്മൾ ബുദ്ധൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അദ്ദേഹം അവരോട് പറയുന്നത് പറഞ്ഞാൽ ഞാൻ ഇന്നൊരു പുതിയൊരു മനുഷ്യനാണ്, എനിക്ക് ആ ഒരു പഴയ രീതിയിൽ എനിക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരിതില്ല, റിയാക്ഷൻസ് ഇല്ല എനിക്ക്. കാരണം ഞാൻ ഇന്ന് അഫക്റ്റഡ് അല്ല. കാരണം ഞാനിത് ഒരാൾ എന്നെ ഇൻസൾട്ട് ചെയ്താലോ ഒരാൾ എന്നോട് ഒരു തെറി പറഞ്ഞാലോ ഒന്നും അഫക്റ്റഡ് ആവുന്ന ഒരു സ്റ്റേറ്റിലല്ല ഞാനിപ്പോൾ ഉള്ളത് എന്നാണ് ബുദ്ധൻ അവർക്ക് നൽകിയൊരു മറുപടി എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സോ എന്തുകൊണ്ടാണ് ഒരാൾ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ്റെ ബുദ്ധൻ്റെ ഒരു എസെൻഷ്യൽ ടീച്ചിങ് എന്നൊക്കെ പറയുന്നത് മെഡിറ്റേഷനാണ്. അപ്പോൾ മെഡിറ്റേഷനോട്ടൊക്കെ പോയി ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്ന ഒരാളുടെ ഒരു ഗുണമാണ് നമ്മൾ ഈ ഒരു ഇൻസിഡൻറ്റ് കാണുക എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്തിട്ടും ഒരാൾ നമ്മളെ കുത്തുവാക്കുകൾ പറഞ്ഞിട്ടും സ്റ്റിൽ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ബ്ലിസ്ഫുൾനെസ്സിന് ഇത് അഫക്റ്റഡ് ആകുന്നില്ല. അതായത് വേറൊരാൾക്ക് നമ്മുടെ മൂഡ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവകാശം ഇല്ലാത്തൊരു സ്റ്റേറ്റിലേക്ക് നമുക്ക് മെഡിറ്റേഷനിലൂടെ എത്താൻ കഴിയുമെന്നാണ് ബുദ്ധൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് യാഥാർത്ഥ്യമാക്കുന്നത്. സോ ഒരു സെൻറ്ററിങ് ആയിട്ട് നിൽക്കുക, ഒരു സെൻറ്റേർഡ് പ്രോസസ്സാണ് ബുദ്ധനിൽ ഉണ്ടായെന്ന് പറയുന്നത്. അതായത് മെഡിറ്റേഷനിലൂടെ ഗ്രോ ചെയ്യുക, നമ്മുടെ അവയർനെസ് നമുക്ക് വളരും. മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ അവബോധത്തിൽ നമ്മൾ വളരുക, നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആകുക. നമ്മളൊരു കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു ഹയസ്റ്റ് പീക്കിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ അഫക്റ്റഡ് ആകില്ല. ഇപ്പോൾ നോർമലി ഒരാൾ തെറി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻസൾട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി അഫക്റ്റഡ് ആകുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ
എത്താത്തത് കൊണ്ടാണ്. സോ പലരും ഈ ഒരു മെഡിറ്റേഷനിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്ട്രെങ്ത്, മെൻ്റൽ സ്ട്രെങ്ത്, നമ്മളിങ്ങനെ നമുക്കൊരു സ്ട്രെങ്ത് കിട്ടുക, ഒരു ഗ്രൗണ്ട്നെസ് കിട്ടുക, നമ്മളൊന്നിലും അഫക്റ്റഡ് ആകാതെ ഇരിക്കുക. സ്റ്റിൽ നമുക്ക് ആ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ്ഡ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ എങ്ങനെ സാധിക്കും, അതാണ് നമ്മൾ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റോറി വളരെ ഇതാണ്, കാരണം ആ പുള്ളിയുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ, കാരണം ഇങ്ങനത്തെ പ്രാക്ടിക്കൽ ലൈഫ് സിറ്റുവേഷൻസ് വരുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ കൂടുതലുള്ള ശിഷ്യന്മാർക്ക് മനസ്സിലായത് സ്റ്റിൽ ഹീസ് നോട്ട് അഫക്റ്റഡ്. പുള്ളിയുടെ ആ ഒരു സ്ട്രെങ്ത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ്. സോ ആ ജനക്കൂട്ടോ ആ ഒരു സിറ്റുവേഷൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും യാതൊരുവിധ റിയാക്ഷൻസും ഇല്ലാതെ സ്റ്റിൽ നിങ്ങൾ പറയുന്നതൊക്കെ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല എന്നൊരു മട്ടിലാണ് പുള്ളി നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു സ്ട്രെങ്തും ഗ്രൗണ്ട്നെസ്സും കണ്ടപ്പോൾ അവർ തന്നെ അത്ഭുതപ്പെട്ടു. കാരണം അവരുടെ ഉദ്ദേശം അവർക്കവിടെ സാധിച്ചില്ല. പുള്ളിയെ മാനസികമായി തളർത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതിലപ്പോൾ അവർക്ക് തന്നെ ആ ഒരു പരാജയം അവർ മനസ്സിലാക്കി. സോ നോർമലി നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഇതല്ലേ. ജീവിതത്തിൽ നമ്മൾ പല സാഹചര്യങ്ങളിൽ പോകുമ്പോൾ നമ്മളെ പലരും ഇൻസൾട്ട് ചെയ്യുക, കാരണം എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് വരാറുണ്ട്. ഞാനും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു സിറ്റുവേഷൻ ഇതാണ്. കാരണം നമ്മൾ വേറൊരാൾ നമ്മൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോകുന്നു എന്നൊരു വളരെയധികം നമുക്കൊരു അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലൈഫ് ഈസ് അൺപ്രെഡിക്റ്റബിൾ ആണ്. സോ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കണമെന്നില്ല. പക്ഷേ നെഗറ്റീവ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോകാൻ പാടില്ല. കാരണം അത് വേറൊരാൾ നമുക്ക് ഒരുപക്ഷെ അയാൾക്ക് നമ്മൾ തെറി പറയാൻ എന്ത് പറയുക സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷെ അതുപോലെ നമ്മൾ ഡൗൺ ആകാൻ പാടില്ല എന്നൊരു ക്രൈറ്റീരിയയാണ് എന്നെ ആക്ച്വലി മെഡിറ്റേഷനിലേക്ക് ആകർഷിച്ചത്. കാരണം നമുക്ക് ആ ഒരു സ്ട്രെങ്ത്, നമ്മൾ അഫക്റ്റഡ് ആകാത്തൊരു സ്റ്റേറ്റിലേക്ക് വരിക എന്നതാണ് മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ് എപ്പോഴും, നമ്മുടെ മൂഡ് അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കൺട്രോളിലായിരിക്കും. അത് വേറൊരാൾക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു സ്ട്രെങ്ത് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത് ജീവിക്കുക എന്ന് പറയുന്നത്. കാരണം സിറ്റുവേഷൻ ഈസ് ഓൾവേസ് ചേഞ്ചിങ്. വി ഡോണ്ട് നോ വാട്ട്സ് ഗോണ ഹാപ്പൻ ടു ദ നെക്സ്റ്റ് മൊമെൻറ്റ്. എന്തും സംഭവിക്കാം എന്നുള്ളൊരു അൺപ്രെഡിക്റ്റബിലിറ്റിയാണ് ലൈഫ് മൂവ് ചെയ്യുന്നത്. സോ വി നീഡ് ദാറ്റ് സ്ട്രെങ്ത്, ദ കപ്പാസിറ്റി ടു ഫേസ് ലൈഫ് ഇൻ ഇറ്റ്സ് ഓൾ ഇറ്റ്സ് വേയ്സ്. സോ ആ ഒരു സ്ട്രെങ്ത് മെഡിറ്റേഷൻ നമുക്ക് നൽകുന്നൊരു കാര്യമാണ്. സോ ബുദ്ധൻ്റെ ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ നെവർ റിയാക്റ്റഡ്. അദ്ദേഹം എപ്പോഴും ഒരു റെസ്പോൺസിലൂടെയാണ് കാര്യങ്ങളെ കണ്ടെന്നത്. റിയാക്ഷനും റെസ്പോൺസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ്. അതായത് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലുള്ള ഒരാളെന്ന് പറയുന്നത് എപ്പോഴും ഹീ റെസ്പോണ്ട് ടു ദ മൊമെൻ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യാം, വേണമെങ്കിൽ നമ്മളെ വളരെ വൾഗറായിട്ട് ഇൻസൾട്ട് ചെയ്യാം, പക്ഷേ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലുള്ള ആൾ റിയാക്ട് ചെയ്യത്തില്ല. അതായത് നോർമലി ഒരാൾ നമ്മളെ തെറി വിളിക്കുമ്പം മിക്കവരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ള, ഒരാൾ തെറി വിളിക്കുകയാണെങ്കിൽ തിരിച്ച് അവൻ്റെ തന്തയ്ക്ക് വിളിക്കുക, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വിളിക്കുക, തിരിച്ച് അതിൻ്റെ ഡബിൾ തെറി വിളിക്കുക. അപ്പോൾ അവന് ഒരു ആശ്വാസം കിട്ടും. അതിൻ്റെ എഫക്റ്റ് ഇരട്ടി എടുക്കുക. തിരിച്ച് ഇങ്ങോട്ട് എങ്ങനെയാണ് പെരുമാറി തിരിച്ച് അതുപോലെ പെരുമാറുക എന്നതാണോ, റിയാക്ട് ചെയ്യുക എന്നാണോ നോർമലി ആൾക്കാർ ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ കൂടുതൽ തെറി വിളിക്കാൻ എക്സ്പേർട്ട് ആയിട്ടുള്ളവൻ മറ്റേവൻ്റെ ഓവർകം ചെയ്യും. അതാണ് പൊതുവെ ഇതാന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് നമ്മളൊരാൾ തെറി വിളിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് തിരിച്ച് തെറി വിളിക്കുക? കാരണം അവൻ അഫക്റ്റഡ് ആകുന്നതുകൊണ്ടാണ്. രണ്ടുപേരും അവിടെ അഫക്റ്റഡ് ആകുന്നത് കൊണ്ടാണ് ആ ഒരു കോൺവെർസേഷൻ ആ ഒരു വൾഗർ സ്റ്റേറ്റിലേക്ക് പോകുക എന്ന് പറയുന്നത്. പക്ഷേ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലുള്ള ആളെ സംബന്ധിച്ചോളം ഹീസ് ആക്ച്വലി ഹീ റീഡ് ദ സിറ്റുവേഷൻ ഇൻ എ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് മോസ്റ്റ് ഓഫ് ദി കേസസിൽ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലുള്ള ആൾ റെസ്പോണ്ട് ആയിരിക്കും ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരാളെ ഹാരാസ് ചെയ്യുമ്പം നമ്മൾ അഫക്റ്റഡ് ആകത്തില്ല. ഒരു മെഡിറ്റേഷൻ അതിൻ്റെ ഒരു ടോപ്പ് പീക്കിൽ ഇരിക്കുന്ന ആൾ അയാൾ അഫക്റ്റഡ് അല്ല, ബട്ട് സ്റ്റിൽ ഹി ക്യാൻ റെസ്പോണ്ട് ടു ദ സിറ്റുവേഷൻ ഇൻ ആൻ എഫക്റ്റീവ്. അതായത് അദ്ദേഹത്തിന് ഒന്നെങ്കിൽ ഒരു ലീഗലി മൂവ് ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഹയർ അതോറിറ്റീനെ അറിയിക്കാം, ദിസ് പേഴ്സൺ ഹാസ് ഹാരാസ്ഡ് മീ. ഇനി ഇയാൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുള്ള നോർമലായിട്ടുള്ള ആളല്ല, അയാൾ വെറുതെ ഇങ്ങനെ ഹാരാസ് ചെയ്യുന്നു നമ്മളെ എന്ന രീതിയിൽ അയാൾക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു റെസ്പോൺസീവായിട്ട്, അതായത് നമ്മളൊരു ഡൗൺ ആയിട്ട് അഫക്റ്റഡ് ആയിട്ട് പോകുന്നതല്ല സ്റ്റിൽ, ബട്ട് അദ്ദേഹം ചെയ്തത് തെറ്റാണ്, പക്ഷേ സ്റ്റിൽ ഞാൻ അഫക്റ്റഡ് അല്ല, പക്ഷേ അദ്ദേഹം തെറ്റായതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ ഒരു നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരു ഹയർ അതോറിറ്റീസിന് മുന്നിൽ കൊണ്ടുപോകുക. അദ്ദേഹത്തിൻ്റെ തെറ്റ് അദ്ദേഹം പണിഷബിൾ ആകണം, പക്ഷേ സ്റ്റിൽ നമ്മൾ അഫക്റ്റഡ് ആകുന്നില്ല. യു ആർ ജസ്റ്റ് നമ്മളൊരു സാധാരണ ഒരു നോർമൽ സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അതിനെ ഫേസ് ചെയ്യുന്നു. അങ്ങനെ ഒരു റെസ്പോൺസീവായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളെ മെഡിറ്റേഷൻ എന്ന അവസ്ഥയിൽ എത്തുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്.